ഒരു പുറത്തുള്ള ഒരാൾ വന്നിട്ട് അതിന്റെ തല വെട്ടി കൊണ്ടുപോയതാണ്. മുഴുവനായിട്ട് അങ്ങ് വെട്ടിപ്പോയി. അല്ലെങ്കിൽ ഇത് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയായി. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബും ചീരാലിലാണ്. ചീരാൽ എന്ന് പറയാൻ പോരാ, കാരണം ഇത് കാണാത്ത ആളുകളില്ല. ഒരു 10 വർഷമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആദ്യമായിട്ട് എനിക്ക് ഈ ബസ്സിൽ പോകുന്ന സമയത്ത് ഇങ്ങനൊരു പ്ലാന്റ്, ഒരു 2 കളറുള്ള ബൊഗൻവില്ല ഉണ്ട്. കാരണം ആ 10 വർഷം മുമ്പൊന്നും ഇപ്പോൾ ഹൈബ്രിഡോ കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്ന ഒരു കാലമായിരുന്നു. അന്നത്തെ കാലത്ത് വാങ്ങിച്ചു വെച്ച നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ആരാന്നല്ലേ, ഒരു പട്ടാളക്കാരൻ്റെയാണ്. അപ്പോൾ പട്ടാളക്കാരൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഭംഗിയുള്ള കാഴ്ച. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന 2 കളറാണെങ്കിലും 2 കളർ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ രാജേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. 2 കളറല്ല എന്ന് പറയാൻ കാരണം എന്താ? ഇത് നട്ടത് ഒരു 10 വർഷം മുന്നെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് പൂക്കൾ വന്നപ്പോൾ ഒരു 3 കളറായിട്ടായിരുന്നു ഇതിൽ വന്നിരുന്നത്. ഇപ്പോൾ ഇതിൽ ഈ കാണുന്ന 2 കളറും പിന്നെ അതിന്റെ കൂടെ വേറെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ, ഇതിനോട് സാമ്യമുള്ള ഒരു കളർ ഫുൾ വരുമായിരുന്നു. ഒരു കൊമ്പ് തന്നെ എല്ലാം ഒന്നിച്ച് വരുമായിരുന്നു. എങ്ങനെയാണ് അത് പോയത്? അത് ഒരു പുറത്തുള്ള ഒരാൾ വന്നിട്ട് അതിന്റെ തല വെട്ടി കൊണ്ടുപോയതാണ്. പറയാണ്ട് വെട്ടിക്കൊണ്ടുപോയതാണ്. അവര് ഇതിന്റെ ഭംഗി കണ്ടിട്ട് വെട്ടിക്കൊണ്ടായിരുന്നു. വെട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് അങ്ങ് വെട്ടിപ്പോയി. അതായത് തല ട്രിം ചെയ്ത് ഫുള്ളായിട്ട് ട്രിം ചെയ്ത് കളഞ്ഞു. അതിനുശേഷം വരുന്ന കൊമ്പുകളൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ വരുന്നത്. ഡബിൾ കളറും കൂടെ ഒന്നിച്ചായിട്ടാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും കിട്ടും, എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു കളർ. അപ്പൊ അതൊക്കെ പോട്ടെ, ഈ പട്ടാളത്തിൽ ആയിരുന്നല്ലോ ആ സമയത്ത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഇത് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. റിട്ടയർമെന്റിന് ശേഷമാണ് നട്ടത്. ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ, അതിന്റെ സൈസ് കണ്ടോ, ശരിക്കും നല്ല വണ്ണായി. അന്ന് ഇത് ഈ ഒരു കളറാണെന്നൊന്നും അറിഞ്ഞിട്ട് വാങ്ങിയതല്ലല്ലോ. ഒരു ചെറിയ 2 ഫ്ലവർ ഉണ്ടായിരുന്നു ഇതില്, കുഞ്ഞത്. ഈ അറ്റത്ത് കാണുന്ന ഈ ടൈപ്പുള്ള 2 ഫ്ലവർ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വാങ്ങിയ അവര് പറഞ്ഞത് 3-4 കളറൊക്കെ ഉണ്ടാവുന്നൊക്കെയാ പറഞ്ഞത്. പേരെന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? പറഞ്ഞേ. അത് പേര് ഓർമ്മയില്ല. മേടിച്ചോണ്ടത് ഗുണ്ടൽപേട്ടെന്നാ വാങ്ങി. അവിടെ അങ്ങനെ കണ്ടിട്ട് തന്നെ വാങ്ങിയത്. വാങ്ങി ഇവിടെ പുറത്ത് കൊണ്ട് നട്ടു. ആൾക്കാരൊക്കെ കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരായിട്ട് കൊമ്പ് കൊണ്ടുകൊണ്ട് ഇന്നലെ ഒരാൾ ഒരു 3-4 കൊമ്പ് കൊണ്ടുപോയി. 2 ദിവസം മുമ്പ് എന്താ പറയാ, എറണാകുളത്തുള്ള ഒരാൾ ഇവിടെ വന്ന് കണ്ടിട്ട്. ഇനിയിപ്പോൾ ഇത് അധികം പറയാൻ നിൽക്കണ്ട, കാരണം ഇന്നാൾ ആരെങ്കിലും വെട്ടിയ പോലെ മുട്ടയും പോവും. അപ്പോൾ എന്തായാലും പിന്നെ അധികം വലിയ ഒരുപാട് പ്ലാന്റ് ഒന്നുമില്ല. ശരിക്കും ഒരു കുറച്ച് ചെമ്പരത്തിയും ഒരു 2-3 ഒരു കനേഡിയൻ കൊന്നയും അങ്ങനെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ആ ഉള്ളത് നല്ല മനോഹരമായിട്ടാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമ്പ്യാരെന്ന് പോകുന്ന വഴിയിൽ ഈ ഒരു പ്ലാന്റ് കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഈ റൂട്ടിൽ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിലും മനോഹരമാക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.